നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മള് രാവിലെ കുളിക്കാൻ പോകുന്ന കേട്ടോ. അപ്പൊ നമ്മള് പറഞ്ഞാല് ഇന്നലെ താമസിച്ചിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ വീട്ടിലേനും. അപ്പൊ വെള്ളം കണ്ടങ്ങള് ഇത് കുടിക്കാനും തന്നെ ഉപയോഗിക്കണല്ലേ, കുളിക്കാനും തന്നെ ഉപയോഗിക്കണ്ടോ. അപ്പൊ ഇത് നിങ്ങൾ ചെറിയ പിന്നെ ഉറവുണ്ട്. അപ്പൊ നമ്മള് ഒരു ബക്കറ്റൊക്കെ ഓലിങ്ങനെ കൈ കൊണ്ട് മുക്കി പറഞ്ഞ് കുളിച്ചില്ലാത്ത. അപ്പൊ ഇവര് നമുക്ക് രണ്ടാൾക്കാരുണ്ട്, ഒരാൾ വരും ഒരാൾ വന്നു. ഓരോ രണ്ടാളോട് ബക്കറ്റൊക്കെ കൊണ്ടുവന്നു. നല്ല അടിപൊളി കുട്ടികളാണ്. ഞങ്ങൾ ഇനി പോകുമ്പോ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തന്നെ. നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളങ്ങള്. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇവിടെ. ഇന്നലെ ഒരു പെരീന്നാ കുളിച്ചത്, രാവിലെ ഓട് തന്നെ കുളിച്ചാൽ മോശമല്ലേ എന്റെ പെട്ടു പോകാം ഒക്കെ. അപ്പൊ ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു തന്നെയാണ്. അപ്പൊ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞു. വേറല്ലേ വേറെ ആളെ കുളിച്ചാൽ വന്നിക്കണ്, വേറെ ആളെ കുളിച്ചാൽ വന്നിക്കണ്. വെള്ളം ഞങ്ങളെ കുളിച്ചപ്പോ തന്നെ കഴിഞ്ഞിരുന്നു. ഇവര് നമ്മളെ കുളിയായിട്ടിട്ട് ഇവര് രണ്ടാൾ കുളിച്ചു കിട്ടുന്നത്. ഇവർക്ക് രണ്ടാൾക്കും ഒരേ കുപ്പായ ഇട്ടാകും, ഒരേ ഒരു കുപ്പായ, ഈ ഒരേ ഒരു ഷർട്ട് മാത്രമേ. ഇത് ഇവരെ പുതിയ എടുത്തുക്കണ്, പിന്നെ ദുർഗാപൂജയായിട്ട്. ഓന് പുതിയ ഒന്നുമില്ല. എന്നായിക്കോട്ടെ, ഞങ്ങൾ പോവാണ്. നമ്മളിനി അവിടെ ഓരോ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇവിടെ റബ്ബർ തോട്ടാണ്. ഇവിടെ കൂടുതൽ റബ്ബർ ഉണ്ട്. ത്രിപുരയില് പറഞ്ഞാൽ റബ്ബർ തോട്ടങ്ങളുടെ ഇഷ്ടം പോലെ. ऐसा नहीं गलत ऐसा नहीं करो. हाँ നമ്മൾ ഈ വഴിക്കൂടെ പോയിട്ടോ. ഇങ്ങനെ നടന്ന ഒരു കുണ്ടാണ്. അങ്ങനെ എത്തിപ്പോ നമ്മൾ റോഡിൽ, മെയിൻ റോഡിൽ എത്തിട്ടോ. അല്ല, ഊരിൽപ്പെട്ട വീടാണ് അതൊക്കെ. ഇവിടെ ഒരു വീടും ചെറിയ കച്ചവടം. കാരണം ഫോറസ്റ്റ് ഏരിയ കേട്ടോ. ഒരു വീട് വെക്കാനേ ഉള്ളൂ. ഇവർക്ക് ഒരു കൃഷി നടത്താനും കൂടി കാര്യങ്ങൾ. കൃഷി നടത്താനും ഇവിടെ പറ്റില്ല. ഇപ്പൊ ഫൈൻ അടിക്കുന്നതാണ്. പിന്നെ കാണില്ലേ, ഇതുപോലെ ചെറിയ ആളുകുട്ടികളെ കാണും. ഈറ്റ ഉയരം വെക്കൂല. വെള്ളങ്ങള് ഇതുപോലെ പേരാണിച്ചാലും കുറച്ച് മുന്നോട്ട് പോയാൽ പേരാണിച്ചാലും നല്ല രസമുള്ള പുല്ലെണ്ണകള്. നമ്മുടെ നാട്ടിലൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാനല്ല. വലിയ വണ്ടികൾ വരുന്നുണ്ട്. പൈസ തേക്കാം. हाँ ठीक है ठीक है. ഇവരുടെ ഫാമിലി പാട്ട വീടാട്ടത്. ഓന്ന് നീന വീട്ടിലാണ് നമ്മൾ നീരുന്നല്ലേ.
അല്ല നമുക്ക് ചായയും കാര്യങ്ങളും കൂടെ ചപ്പാത്തിയും ഒക്കെ അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ നീ കഴിക്കാറുള്ളത് ഒരു 2-3 ആൾക്കാരുണ്ട്. ചെറിയ കുട്ടിയുണ്ട്. ഗുഡ് മോർണിംഗ്. അതാണല്ലേ? അപ്പൊ നീ കഴിക്കട്ടെ ചപ്പാത്തി. കാണല്ലേ വേറെ ഇതുപോലെ ഓരോ സ്പെഷ്യൽ സാധനമാണ്. ഞങ്ങൾ ബാക്കി കാഴ്ചകളുമായിട്ട് വരട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ചായ കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാട്ടെ. കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പം ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറെ. അപ്പൊ അങ്ങനെയാണ് അവര് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ഇവർക്ക് പറഞ്ഞാല് മേഘാലയയിലെ ആൾക്കാരാണ്. അപ്പൊ ഇവര് ഇവിടെ നിന്നാണ്ട് ഈ വെറ്റിലന്റെ പണി എടുക്കാണ്. അപ്പൊ പറഞ്ഞാല് അപ്പൊ അവർക്ക് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവർ ജീവിക്കുന്നത്. കാരണം ഇങ്ങോട്ടും അവര് ചായയും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു. അവരുടെ വീട് ഇവിടെ പറഞ്ഞാൽ അവർക്ക് ഒരു കൃഷിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ സ്ഥലത്താണ് അവർ ജീവിക്കുന്നത്. ഇങ്ങോട്ടും പറഞ്ഞാല് എന്താണ് ഭയങ്കര ചെറിയൊരു പീടിക തുറക്കണം, ഒരു ബിസിനസ് ചെറുത് തുറക്കണം എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ. ഇവര് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് ഈ വെറ്റിലന്റെ പണിക്ക് പോയി കഴിഞ്ഞാല് 6 മണിക്ക് വരെ വെറ്റിലിന്റെ പരിപാടിക്ക് പോയി കഴിഞ്ഞാല് പിന്നെ വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആവത്തില്ല ഇവിടെ തിരിച്ചെത്തുമ്പോൾ. വെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ്. വെള്ളം എന്ന് പറഞ്ഞാല് വലിയ അവിടെ ഞാൻ പറഞ്ഞില്ല, അവിടുന്ന് മുക്കിക്കൊണ്ടിരണം. പിന്നെ അതാണ് ഈ മേലെ ഈ കണ്ണ ക്യാമ്പ്, അവിടെയാണ് അവരെ വെള്ളം. വേറെ അവർക്ക് വെള്ളത്തിന് സൗകര്യമില്ല. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ എന്നാലും നല്ല മനസ്സിലുള്ള ആൾക്കാരട്ടോ അവരൊക്കെ. ആയിക്കോട്ടെ, ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരാനാണ്. ഈ ആളാണ് നമ്മൾ ഇവന്റെ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത്. എന്റെ വീടാണ്. ഓൻ ഇവിടെ വന്നിട്ട് 4 വർഷമായി. അത് ഉണ്ടാക്കിയതാണ്. ആ വീട് കാണിച്ചു തരാം കേട്ടോ. ആ വീട് കണ്ടോളി. ഈ വീട്ടിലത്തെ ആളാണ് നമ്മളെ ഈ പിന്നെ ഇവിടെ താമസം കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു കേട്ടോ. ഇവിടെ മൂപ്പരെ വീടാണിത്. ഒരു ചെറുതായിട്ട് വെള്ളം അടിക്കും. അല്ലെങ്കിൽ മൂപ്പര് ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ആളാണെന്ന് പറയുന്നത്. ഇനി ഈ കറണ്ടിന്റെ ഒക്കെ കോൺടാക്ട് മൂപ്പര് എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ താമസിക്കുന്ന 7 പെരകളുണ്ട്. ഇവിടെ 7 പെരകളുണ്ട്. ഓൽക്കൊക്കെ പറഞ്ഞാൽ ഓലൊക്കെ ഇവിടെ അത്രയും സഹായമുള്ള മനുഷ്യരാണ്. അവരെ പറഞ്ഞാല് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് കറണ്ട് സെറ്റപ്പ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടാണ്. അത് എത്രയും യൂസ് ചെയ്യാം. കറണ്ടൊക്കെ എത്രയും യൂസ് ചെയ്യാം. ഒരു 4-5-6 പെരക്കാര് യൂസ് ചെയ്യാൻ പറ്റിയ കറണ്ട് കിട്ടും. ഇപ്പൊ എത്രത്തോളം കറണ്ട് ഉപയോഗിക്കേണ്ടി വരും. നമ്മളെ കുപ്പായം തുണിയൊക്കെ ഇവിടെ ആണല്ലേ തിരുമ്പിട്ടേന് ഇന്നലെ ഉണങ്ങിയിട്ടുണ്ടാവും. രാവിലെ മോലാണ് നമ്മളെ വണ്ടിയൊക്കെ അവിടെ വെയിലത്തിറങ്ങും. നമ്മളെ പേരാ കാണിച്ചു തരാം. ഇവിടുന്നാണ് രാവിലെ പല്ല് വെച്ചത്. ഇവിടുത്തെ ഒരു പെണ്ണിനോട് ചോദിച്ചു വെള്ളം ബക്കറ്റ് വെള്ളം തന്നു. ഇതാണ് നമ്മളെ പേര. ചെറിയ ചെറുക്കണ്ടായി നമ്മളിപ്പം മറ്റേ ഷർട്ട് ഒരു ടീഷർട്ട് ഇട്ട കുട്ടി ഒന്നുണ്ടായിട്ടുണ്ട് ഇവിടെ കിടക്കാം. നമ്മളെ വാതില് തുറന്നോട്ടോ. നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കണം. ഇത് നമ്മക്ക് വേണ്ടിട്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാട്ടോ. മോനാടി മുപ്പര് ഭയങ്കര മനസ്സിലാ. ഭയങ്കര ഞാൻ കണ്ടപ്പോ പറഞ്ഞേ ഈ ദുർഗാപൂജ അടക്കാണ്. അപ്പൊ അവര് പറയാണ് പിന്നെ ദൈവം വന്നില്ല പറഞ്ഞാല് ഭഗവാൻ എത്തിക്കണം. ഞാൻ കണ്ടപ്പോ പറയാം. അതിന് വലിയ സന്തോഷമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മള് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇവിടെ തിരിച്ചു പോവാണ്. ഇവിടെ മറ്റോ കടന്നീന് ഒരു ചെറിയ ഇറക്കനപ്പൊ കാണില്ല. നമ്മള് ഇപ്പൊ ഇങ്ങനെ നടന്നു പോന്റെ പേരാറിന്റെ ഓൺ ഉണ്ടാക്കിയതാണ്. 3 വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് 70,000 ഉറുപ്പ്യക്ക് മുടക്കിയിരുന്നു തരാം ഈ ഒരു പെര ഉണ്ടാക്കാം. 3 വർഷം അങ്ങനെ ചെറിയ കൂലിക്ക് പണിക്കാണ്. പിന്നെ അവന്റെ പെര നോക്കണം. അവന്റെ പെങ്ങളാണ് അവിടെ നമ്മളെ നേരത്തെ ചായയും കാര്യങ്ങളെ കുറിച്ച് അവന്റെ പെങ്ങളെ പെരയാണ്. അപ്പൊ അവിടുന്ന് എന്താ പറയാ പെങ്ങൾക്ക് ഇടയ്ക്ക് പൈസ കൊടുക്കണം. അവിടുന്ന് ഭക്ഷണം കഴിക്കുക. പിന്നെ അവന്റെ പെരയ്ക്ക് പൈസ അയക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. മക്കളെ ജീവിതം എന്നൊക്കെ പറഞ്ഞാല് അതാണ്. ഇവർക്ക് കാരണം സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് വലിയ സൗകര്യം. ഇങ്ങനെ ഈ വീട് എന്നൊക്കെ പറഞ്ഞാല് ഫോറസ്റ്റിൽ കിടക്കുന്ന സ്ഥലം. ഞങ്ങൾ ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു തന്നെയാണ്. പിന്നെ നമ്മൾ മലയാളം കാണുമെന്ന് അറിയില്ല. പോകുമ്പോ നോക്കാം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളെ ഇന്നലെ ഈ വീട്ടിൽ കൊണ്ടുവന്ന ആളൊക്കെ ആരെന്നത് ഇവരാണ്. മൂപ്പരാണ് ഈ വീട് ഈ കാണല്ലേ. മൂപ്പരാണ് ഇവിടെ നമ്മളെ കൊണ്ടുവന്ന ആള്. മൂപ്പര വീടാണിത്. മൂപ്പര വേറെ ഇത് മൂപ്പര വീടാണ്. ആ മൂപ്പര് പുതിയ വീട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ കാണല്ലേ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ മൂപ്പരുണ്ടാക്കിയതാണ് ഈ ഗ്രാമം. ഈ ഭാഗങ്ങൾ മൂപ്പരുണ്ടാക്കിയാട്ടോ.
മുപ്പരെ ഒരു സഹായത്താലാണ് ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ ജീവിച്ചത്. ഭയങ്കര മനുഷ്യനാണ്. അപ്പൊ आपका नाम नहीं दिपरमा हाँ हाँ अच्छा हाँ हाँ त्रिपुरा का अच्छा अच्छा आपका मिलकर बहुत खुश हो गया मेरा बहुत ठीक है ഇതാണ് മനുഷ്യൻ. ഭയങ്കര മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനുഷ്യൻ. ഇവിടെ അന്വേഷിച്ച ആൾക്കാരൊക്കെ പറഞ്ഞാണ് ഇത്ര നല്ല ഒരു അടിപൊളി മനുഷ്യല്ലാന്നാണ്. ഇവിടെ പറഞ്ഞാല് നല്ല രീതിയിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇത്രയും ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഇവരൊരു ചെറിയ ഗ്രാമമാക്കി മാറ്റാനുള്ള ഫുള്ള് ഉത്തരവാദിത്വം മൂപ്പരാണ്. അപ്പൊ നമുക്കൊരു വീട് അങ്ങനെ ഒരു വീടൊക്കെ മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കി എത്ര നല്ല മനസ്സിലാണ്. അപ്പൊ നമ്മൾ ബാക്കി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ.